ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവ ചത്തു. ഇതുകൊണ്ട് തന്നെയാണ് പടുതയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയത്. മയക്കുവെടി വെച്ചതിനു ശേഷം ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞ കടുവയെ വീണ്ടും 3 വെടി കൂടി വെച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗം ഇല്ലായിരുന്നു എന്ന് കോട്ടയം DFO അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവ ചത്തു. ആദ്യം വനംവകുപ്പ് കടുവ മയങ്ങി എന്നാണ് അറിയിച്ചത്. എന്നാൽ തേക്കടിയിൽ എത്തിച്ച ശേഷമാണ് കടുവ ചത്ത വിവരം വനംവകുപ്പ് അറിയിക്കുന്നത്. ആദ്യ മയക്കുവെടിയിൽ മയങ്ങാതിരുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് നേരെ കടുവ പാഞ്ഞു വരികയും ഈ സമയത്ത് 3 വെടി കൂടി ദൗത്യസംഘം കടുവയ്ക്ക് നേരെ വയ്ക്കുകയും ചെയ്തു. ഇതിലാണ് കടുവ ചത്തത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇതേസമയം ഉദ്യോഗസ്ഥരുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗം ഇല്ലായിരുന്നു എന്ന് കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. പ്രദേശം തേയിലക്കാടിന്റെ ഉള്ളിലാണ്. വളരെ ദുഷ്കരമായ പ്രദേശമായിരുന്നു. പക്ഷെ ഇത്രയും അടുത്ത്, ലൈൻസിന്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. നമ്മളെ ഡാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡാർട്ട് കൊണ്ടില്ല. ആദ്യത്തെ ഡാർട്ട് നമ്മൾ കടുവയ്ക്ക് കൊണ്ടില്ല. അപ്പൊ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. കാരണം ഡാർട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് സമയം വേണം. ആ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ഡാർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ് ഡാർട്ട് ചെയ്തു. സെക്കൻഡ് ഡാർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ഡാർട്ട് കടുവയ്ക്ക് കൊണ്ടു. പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മനുവിന്റെ ഷീൽഡില് അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്ത് ആയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വന്നു. കാരണം നമുക്കറിയാം മനുഷ്യജീവനാണ് എല്ലാ ജീവന്റെയും മുകളിൽ വിലയുള്ളതെന്നുള്ളതുകൊണ്ട്. ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ എല്ലാവരും ജീവൻ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. ഇതിനെ അപ്പോഴും നമ്മൾ നാട്ടുകാർ പറയും നിങ്ങൾ ഇതിനെ പിടിച്ചോണ്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ അടുത്ത് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് ആ റിസ്ക് എല്ലാം എടുത്തിട്ടാണ്, അതായത് 15 മീറ്റർ അടുത്ത് നിന്നിട്ടാണ് കടുവയെ ഷൂട്ട് ചെയ്യുന്നത്, ഡാർട്ട് ചെയ്യുന്നത്. ഒരു ഡോക്ടറും ചെയ്യില്ല, ഒരു ജീവനക്കാരും ചെയ്യില്ല. അത്രയും റിസ്ക് എടുത്തിട്ടാണ് രാവിലെ ആ ഓപ്പറേഷൻ ചെയ്തത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്കത് കടുവയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാരണം അത് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സെൽഫ് ഡിഫൻസിൽ ഫയർ ചെയ്യേണ്ടി വന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കടുവയുടെ ജഡം തേക്കടി വനത്തിനുള്ളിൽ സംസ്കരിക്കും.